നമസ്കാരം ആഘോഷയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ട്രാക്കിംഗ് ചെയ്തിട്ട് ഒരു ഒബ്ജക്റ്റിനെ എങ്ങനെ എന്തെങ്കിലും ഫോട്ടോസിനെ ടെക്സ്റ്റിനെ എങ്ങനെ വേറൊരു കാറോ അല്ലെങ്കിൽ എന്തെങ്കിലും വീടിൻ്റെ മുകളിലോ കാറിൻ്റെ മുകളിലോ മരത്തിൻ്റെ മുകളിലോ ആനിമൽസിൻ്റെ മുകളിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ടാറ്റു അടിച്ച പോലെ അവിടെ ഫിക്സ് ചെയ്ത് വെക്കാം. ആ വീഡിയോ മൂവ് ചെയ്ത് പോകുന്ന സമയത്ത് ആ ഒരു ഒബ്ജക്റ്റും അതിൻ്റെ കൂടെ തന്നെ മൂവ് ചെയ്യും. ട്രാക്കിംഗ് ആണ് സത്യത്തിൽ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ട്രാക്ക് ചെയ്തിട്ട് ചെറിയ ചെറിയ സെറ്റിംഗ്സിൽ ഇതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ വെബ്സൈറ്റിൽ ലിങ്ക് കാണാൻ പറ്റും. ആ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ അതിൽ എഡിറ്റിംഗ് ഡെസ്കിൽ ഡാവിഞ്ചി റിസോൾവിൻ്റെ അതുപോലെ മറ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ ഒക്കെ വീഡിയോസ് ഉണ്ട്, ബേസിക് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത് കാണാൻ പറ്റും നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ കണ്ടു ഇഷ്ടപ്പെടുക വീഡിയോക്ക് ഒരു ലൈക്കും തരിക, അതുപോലെ ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയറും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാൻ വെൽക്കം ബാക്ക് ഡാർക്ക് വോൾഫ് എഫക്സ് സ്റ്റുഡിയോ. ഇന്നലെ ഞാൻ പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യട്ടെ. ഇത് നമ്മൾ നേരത്തെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാണ്. ഒരു ന്യൂ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ അകത്തേക്ക് ഫൂട്ടേജുകൾ ആഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ബേസിക്കലി അറിയാമെന്ന് ഞാൻ വിചാരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ബേസിക് വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടാൽ വെബ്സൈറ്റിലുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഇവിടേക്ക് ആദ്യം ആനേൻ്റെ ഒരു ഫൂട്ടേജ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാണ്. അപ്പം ഞാൻ ഇവിടെ ആനേനെ ചൂസ് ചെയ്യാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, ഇവിടെ നമ്മൾ വണ്ടിയൊക്കെ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ അതിന് പ്ലെയിൻ ആയിട്ടുള്ളൊരു സർഫസ് ആയിരിക്കും. അതായത് ഈ ഒരു ഏരിയ ഒക്കെ പ്ലെയിൻ ആയിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് എഫക്റ്റീവായിട്ട് ആ ഒരു ഇത് കിട്ടില്ല. എന്താ ആന നടക്കുന്ന സമയത്ത് ഇങ്ങനെ എടുത്ത് വെച്ച് നടക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ചെരിവ് വരും. അതിനനുസരിച്ച് എന്നുള്ള ലെറ്ററൊക്കെ ഉള്ളോട്ടേക്ക് ഇങ്ങനെ വളഞ്ഞൊക്കെ വരും. കാറിലൊക്കെ ആകുമ്പോൾ അവിടെ വെറുതെ ജസ്റ്റ് പ്ലേസ് ചെയ്ത പോലെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഭംഗി കിട്ടില്ല. ആ ഭംഗി കുറച്ചുകൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഈ ഇത്തിരി ലെങ്ത്തുള്ളൊരു ഫുട്ടേജാണ് ഞാനങ്ങനെ നടന്നു പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെന്തെങ്കിലും ഒരു പേര് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ പിക്ചർ ആഡ് ചെയ്യുക, PNG ഇമേജുകൾ ആഡ് ചെയ്യുക, എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫ്യൂഷനിലേക്ക് പോവുകയാണ്. നമുക്ക് ഒരുപാട് രീതിയിൽ ചെയ്യാം. കളർ പാനലിൽ ചെയ്യാം, ഫ്യൂഷനിൽ ചെയ്യാം, എവിടെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഫ്യൂഷനിലാണ് ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ ഫ്യൂഷൻ നല്ല രസമുള്ളൊരു ഏരിയ ആണ്. നിങ്ങൾക്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ ഫസ്റ്റ് വരുന്ന കൺഫ്യൂഷനൊക്കെ പോട്ടെ. നല്ല എളുപ്പമുള്ളൊരു ഏരിയയാണ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഈ ഒരു ക്ലിപ്പിനെ 1 എന്നുള്ള കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തെ സ്ക്രീനിൽ കാണാൻ പറ്റും ഇത് ഏതാ ഫൂട്ടേജ് എന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ അത് ആനയുടെ ഫൂട്ടേജ് ആണല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ F2 പ്രസ് ചെയ്തിട്ട് അതിനെ റീനെയിം ചെയ്യാണ്. ആന, എലഫൻറ്റ് എന്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ആന എന്ന് ആഡ് ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു ടെക്സ്റ്റ് വേണം, അല്ലെങ്കിൽ നേരത്തെ കാണിച്ച പോലെ ഏതൊരു ഇമേജ് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ എനിക്ക് ഏത് സർഫസിലാണോ ഇത് ട്രാക്ക് ചെയ്ത് ഒട്ടിക്കേണ്ടത് ആ ഒരു സർഫസ് ഞാൻ ട്രാക്ക് ചെയ്യാൻ പോവാണ്. ഇത്തിരി സ്ക്രീൻ വലുതാക്കി ഇനി ഈ ഒരു ഇവിടെ ക്ലിക്ക് ചെയ്ത് ആന എന്നുള്ള നോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷിഫ്റ്റ് സ്പേസ് അടിക്കുക, ട്രാക്കർ എന്നടിക്കുക. നമുക്ക് ഒരുപാട് ട്രാക്കേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ സർഫേഴ്സ് ആണ്. അപ്പോൾ ഇവിടെ സർഫേസ് ട്രാക്കറാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? സർഫേസ് ട്രാക്കറിനെ ആഡ് ചെയ്തു. ഇനി ജസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഏരിയ സെലക്ട് ചെയ്യാം. ജസ്റ്റ് മൗസ് എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഏരിയയിൽ എനിക്ക് വേണമെന്ന് കരുതുക. അപ്പോൾ ഞാൻ ഇതിലൂടെ വരയ്ക്കുകയാണ്. കൂടുതലായിട്ട് വരച്ച് ബോറാക്കണ്ട. നമുക്ക് ഏകദേശം നല്ല വൃത്തി തോന്നുന്ന ഏരിയ കൂടെ വരയ്ക്കുക. ഓക്കെ, ഈ സർഫസിനാണ് ഇപ്പോൾ നമുക്ക് ട്രാക്ക് ചെയ്തെടുക്കേണ്ടത് അല്ലേ. അത്രയും ഞാൻ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റിൽ ഇൻസ്പെക്ടർ കാണാൻ പറ്റും. ഓക്കെ അല്ലേ? ഇൻസ്പെക്ടർ ഓൺ ചെയ്യുക. ഓഫ് ആണെങ്കിൽ കുഴപ്പമില്ല. അതിൽ ട്രാക്ക് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ട്രാക്ക് അടിച്ച് കഴിഞ്ഞാൽ ഇത്ര ഏരിയയിൽ ഇത് ട്രാക്ക് ചെയ്ത് വെച്ച് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മോഷൻ റേഞ്ച് ഒക്കെ സെറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. അത് കുറച്ച് കയറ്റി കേട്ടോ. മോഷൻ കൂടുതലുള്ളതാണോ കുറവുള്ളതാണോ കളിക്കുന്നത്. അതുപോലെ മെഷ് റെഗുലിറ്റി ക്വാളിറ്റി എന്നുള്ളവിടെ ഫാസ്റ്റർ ആയിരിക്കും. അത് മാറ്റിയിട്ട് നമ്മൾ മസ്റ്റായിട്ടും ബെറ്റർ കൊടുക്കാം. കുറച്ച് ടൈം എടുക്കും ട്രാക്ക് ചെയ്യാൻ, എന്നാലും കൂടെ എന്താ പറയുക ബെറ്റർ ആയിട്ടുള്ള ട്രാക്കിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുക. എവിടെയൊക്കെ ശരിക്കും ഫാസ്റ്റർ കൊടുത്താൽ മതി എന്നാലും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഇവിടെ ഒരു ഐക്കൺ ഉണ്ടോ ട്രാക്കിങ്ങിൻ്റെ, ആ ഫോർവേഡ് ട്രാക്കിംഗ് ഐക്കണ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്തിരി ടൈം എടുക്കും ട്രാക്ക് ആവാൻ കേട്ടോ. ഒന്നാമത് ബെറ്ററും കൂടി കൊടുത്തുകൊണ്ട് കൂടുതൽ ടൈം എടുക്കും. ഫാസ്റ്റർ ആയിരുന്നെങ്കിൽ പെട്ടെന്ന് ട്രാക്ക് ചെയ്ത് വരികയായിരുന്നു. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ട്രാക്കിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും ഈ ട്രാക്കിംഗ് പോയിന്റുകൾ എവിടെയെങ്കിലും പുറത്ത് ചാടി പോയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇനി നമ്മൾ ആഡ് ചെയ്യുന്ന ടെക്സ്റ്റ് ഈ ട്രാക്കിംഗ് പോയിന്റ് ഉള്ളിലായിരിക്കും സെറ്റ് ആവുക. അത് പുറത്തേക്ക് ചാടിയിട്ട് നിൽക്കില്ല. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോൾ നമുക്കിവിടെ എന്തെങ്കിലും ആഡ് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ടെക്സ്റ്റ് ആദ്യം നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ടെക്സ്റ്റിന് ആഡ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യാമെന്നറിയോ, ഇവിടെ പുറത്ത് എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിലൊന്നും കണക്ഷൻ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിട്ട് ക്ലിക്ക് ഉണ്ടെങ്കിൽ ഒരു റെഡ് കളർ കാണാൻ പറ്റും. അത് പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ടി ബട്ടൺ ഉണ്ടോ, ഈ ടി ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ഒരെണ്ണം അപ്പിയർ ആയില്ലേ. ഇവിടെ അതിന് ഇൻസ്പെക്ടറിൽ ടെക്സ്റ്റ് കാണാൻ പറ്റും. ആ ടെക്സ്റ്റിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യുക. ആനാന്നോ എന്തെങ്കിലും എഴുതുക. അപ്പോൾ നമുക്ക് മലയാളത്തിൽ ആനാന്ന് എഴുതാൻ ഓപ്ഷൻ വേണമെങ്കിൽ, മാക്കിലാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഓപ്ഷൻ ഒന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറ്റി പെൻസിൽ എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. കുറ്റി പെൻസിലിൽ കയറി കഴിഞ്ഞിട്ട് അവിടെ നമുക്ക് മംഗ്ലീഷ് എഴുതി കൊടുത്താൽ മതി. ഓക്കെ, അതിൽ ആനാന്ന് ഞാൻ എഴുതി കേട്ടോ. അപ്പോൾ ആനാന്ന് കിട്ടി. അതിൽ കൺവേർട്ട് എന്നൊരു ഓപ്ഷൻ കണ്ടോ, അത് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ടു FML കൊടുക്കുക.
കോപ്പി ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ FML ഫോണ്ട് ഓൾറെഡി വേണം കേട്ടോ സിസ്റ്റത്തിൽ, ഇല്ലെങ്കിൽ FML ഡൗൺലോഡ് ചെയ്തിട്ട് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടേക്ക് ആനനെ കോപ്പി ചെയ്തുകൊണ്ടുവന്നു. കമൻറ്റ് വി, വിൻഡോസിലാണെങ്കിൽ Ctrl V അടിച്ച് ഇവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമ്മുടെ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് മാറ്റി കൊടുക്കണം അല്ലേ. FML ഫോണ്ടുകൾ ഏതെങ്കിലും വേണം. F എന്നടിച്ച് നോക്കിക്കഴിഞ്ഞാൽ FMLൻ്റെ ഏരിയയിലേക്ക് എത്തിട്ടോ. FML മോഹിനി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഫോണ്ടുകൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഞാൻ ടൈപ്പ് ചെയ്യാണ്, ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്തു. ഇനി നമുക്ക് ഈ ഫോണ്ടിനെ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ല. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫോണ്ടിൻ്റെ ഇവിടുന്ന് ഇവിടെ പോയിന്റ് കണ്ടോ, ഈ ഔട്ട് പോയിന്റ് നിന്ന് നല്ല ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ പച്ച കണക്ടർ അല്ലേ, എവിടേക്കാണ് നമ്മുടെ ഓട്ടോ ട്രാക്കിംഗ്, സർഫേസ് ട്രാക്കിംഗ് എന്നുള്ള ഒരു നോഡില്ലേ നമ്മൾ ആഡ് ചെയ്ത്, അതിൻ്റെ ഈ പച്ച ബട്ടണിലേക്ക് കണക്ട് ചെയ്ത് കണ്ടോ, ഇവിടെ ആനാന്ന് കണക്ട് ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റിൻ്റെ സൈസൊക്കെ ഒന്ന് കൂട്ടുക. അപ്പോൾ ഏകദേശം നമുക്ക് ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ ആ ഒരു കണ്ടതാ ആ മാർജിൻ്റെ അകത്തുനിന്ന് പുറത്തേടി പോകുന്നത്. നമ്മൾ അതിലെങ്ങനെയാണ് ട്രാക്കർ വരച്ചുകൊണ്ടായി, ട്രാക്കറിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും കണ്ടോ. ആ ട്രാക്കറിൻ്റെ അകത്താക്കിയിട്ട് സെറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അതാകുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. പിന്നെ നമുക്ക് ഈ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനയുടെ ഈ വടിവിലൂടെ ഒക്കെ ഇങ്ങനെ വളഞ്ഞ് കാണാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ സെറ്റാക്കിയത്. ഓക്കെ അല്ലേ. ഇനി എന്ത് ചെയ്യുക, ഒരു ടെക്സ്റ്റിൽ തന്നെ ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് സ്പേസ് അടിച്ചിട്ട് ഒരു നോഡ് ആഡ് ചെയ്യുക. അപ്പോൾ ഒപ്പാസിറ്റി എന്ന് പറഞ്ഞ നോഡാണ് ഞാൻ ആഡ് ചെയ്തത്, നിങ്ങളിൽ ഉണ്ടാവില്ല, ഞാൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ള വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആഡ് ചെയ്യുക, നിങ്ങൾ കണ്ടു നോക്കുക. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് ഒപ്പാസിറ്റിക്ക് പകരം എന്ത് ചെയ്യുക, ഇവിടെ ഒരു ഐക്കൺ കണ്ടോ, ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ്, അതൊന്ന് സെലക്ട് ചെയ്ത് ഈ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റിൽ വന്നിട്ട് അതിൻ്റെ ഇൻസ്പെക്ടറിൽ കണ്ടോ, ഇത് ആൽഫ നോഡാണ്. പ്രസ് ചെയ്തിട്ട് താഴേക്ക് വലിച്ചു കഴിഞ്ഞാൽ കണ്ടോ ആൽഫ കുറയുന്നത്, അത് ബ്രൈറ്റ്നസ് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ നമുക്ക് കൃത്യമായി നല്ലൊരു ബ്രൈറ്റ്നസിൻ്റെ നോഡ് തന്നെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ നോഡിൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ആ നോഡിനെ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കാൻ പോവാണ്. ഒരുപാട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കറക്റ്റായിട്ട് ആന ഈ ശരീരത്തിൽ എഴുതി വെച്ച പോലെ ആ ഉള്ളിലുള്ള പാടുകളൊക്കെ പുറത്തേക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ സെറ്റാക്കി വെക്കുക. ഇനി എന്ത് ചെയ്യുക, വീണ്ടും ടൈം ലൈനിൽ വന്നിട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഈ നടക്കുന്ന സമയത്ത് ഈ ആൻ്റെ ഇവിടെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഇതിങ്ങനെ വലിഞ്ഞ് വരുന്നതായിട്ട് കാണാൻ പറ്റും. കണ്ടോ, ഇവിടെയൊക്കെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. ഏതാ ഞാൻ കണ്ടോ അങ്ങോട്ടേക്ക് വളഞ്ഞു പോകുന്നത്, അതായത് ആനയുടെ ശരീരത്തിൽ ഇവിടെ കണ്ടോ ചുരുങ്ങി വരുന്നത്, അപ്പോൾ ആനയുടെ ശരീരത്തിൽ കൊത്തി വെച്ചതാണ് നമുക്ക് തോന്നും, അത് അല്ലെങ്കിൽ പെയിൻ്റ് അടിച്ച് വെച്ചാണ് തോന്നും. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഈ സർഫേസ് ട്രാക്കിംഗ് നടക്കുന്നത്. അപ്പോൾ ഏതൊരു സർഫേസിൽ നമുക്ക് ഇതുപോലെ എഴുതാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആനയുടെ മാത്രമല്ല കാറിലൊക്കെ എഴുതാൻ പറ്റും. ഇനി ഞാൻ വേറെ സൂത്രം കാണിക്കട്ടെ. ഈ ടെക്സ്റ്റിന് വേറെ നമുക്ക് വേറെ ഒരു ഇമേജ് ആണ് വേണ്ടെങ്കിൽ ടെക്സ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, നേരെ പൂളിൽ വന്ന് നമ്മൾ നേരത്തെ ആഡ് ചെയ്യുക ഇമേജ്, അല്ലെങ്കിൽ ഈ ഒരു ഇമേജ് ഏത് വേണമെങ്കിലും ആഡ് ചെയ്യാം. രണ്ടും ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഞാൻ ഈ ഓപ്പോസിറ്റ് നോഡിലേക്ക് കണക്ട് ചെയ്യാണ്. അപ്പോൾ കണ്ടോ ആനയുടെ പുറത്ത് ആണ് നടക്കുമെന്ന് നോക്കിയോ, കൃത്യമായിട്ട് നമ്മുടെ ആ ലോഗോ ഐക്കണ് കണ്ടോ ആനയുടെ പുറത്ത് ഒട്ടിച്ച് വെച്ച പോലെ ഉണ്ടാവും. വേണമെങ്കിൽ ഒപ്പാസിറ്റി കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ആനയുടെ പുറത്ത് എന്തെങ്കിലും പെയിൻറ് ചെയ്ത് വെച്ച പോലെ ഉണ്ടാവും. നല്ല ട്രാക്കിംഗ് ആണ്. ഇനി വേണമെങ്കിൽ ഈ ടെക്സ്റ്റ് ഇതുപോലെ തന്നെ നമുക്ക് നേരത്തെ അതേപോലത്തെ ടെക്സ്റ്റ് തന്നെയാണ് ഇതും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ലോഗോ ആണ്. അപ്പോൾ നമുക്കത് ലോഗോനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആനയുടെ പുറത്ത് ലോഗോ വെച്ച പോലെ ഉണ്ടാവും. നമ്മുടെ ലോഗോ ഫിറ്റ് ചെയ്തൊരു ആന നടന്നു പോവുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഇതുപോലെ ഇഷ്ടമുള്ള വസ്തുവിൻ്റെ മുകളിൽ ടാറ്റു ചെയ്ത് വെക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് ഇപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.